ഇപ്പോൾ അലാമിംഗ് ആയിട്ടുള്ള സിറ്റുവേഷൻ, ഗുരുതരമായിട്ടുള്ള സാഹചര്യങ്ങൾ നിലവിലില്ല. പക്ഷേ ഇതെങ്ങനെ വന്നു എന്നുള്ളത് സംബന്ധിച്ച പൂർണ്ണതയിലേക്ക് നമുക്കെത്തണം. അതിനുവേണ്ട നടപടികൾ ക്രമീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ അവിടെ അതുമായി MLA യുടെ നേതൃത്വത്തിലുള്ള മീറ്റിംഗ്, ഉദ്യോഗസ്ഥ സംഘത്തിൻ്റെ മീറ്റിംഗ് നടക്കുകയാണ്. ഞങ്ങളിപ്പോൾ ആ മീറ്റിങ്ങിലേക്ക് ഞങ്ങൾ പോവുകയാണ്. ആ മീറ്റിംഗ് നടന്നു കഴിഞ്ഞ് അതിൻ്റെ തുടർ പ്രവർത്തനം എടുക്കും. കൾച്ചർ റിസൾട്ട് നാളെ രാത്രിയോടുകൂടി അല്ല മറ്റന്നാളോടുകൂടി കൾച്ചർ റിസൾട്ട് കിട്ടും. കൾച്ചർ റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇത് എന്താണ്, ഇതിൻ്റെ ഉറവിടത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റും. വെള്ളമാണോ മറ്റുള്ളതാണോ എന്നുള്ളത് പ്രാഥമികമായിട്ടുള്ള ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നത് ഉചിതമല്ല. പക്ഷേ നിയന്ത്രണാതീതമായിട്ടുള്ള സാഹചര്യം നിലവിലില്ല. അതിൻ്റെ കൂടെ തന്നെ മറ്റ് സ്കൂളുകളിലും പരിശോധന നടത്തണം എന്നുള്ളത് പ്രത്യേക നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. എവിടെയും ഒരു കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകാനുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശദീകരണം കിട്ടും, കൃത്യമായി കിട്ടും. അതിൻ്റെ കൃത്യമായിട്ട് വിദഗ്ധ സംഘത്തിൻ്റെ അനുമാനം, കൾച്ചർ റിസൾട്ട്, സാഹചര്യങ്ങൾ ഇതെല്ലാം വെച്ചുകൊണ്ടുള്ളതായിരിക്കുന്ന അനുമാനം നമുക്ക് പൂർണ്ണതയിലേക്ക് എത്തും. അതെ, പരിശോധന തുടരണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് എല്ലാ സ്കൂളുകളിലും. ഒരു കുഴപ്പവും ഉണ്ടാവാത്ത രീതിയിൽ ഇപ്പം ആരോഗ്യ വകുപ്പിനോട്, ലോക്കൽ ബോഡീസിനോട് അതിൻ്റെ നിർദ്ദേശം കൊടുത്ത് അതിൻ്റെ നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതിന് തുടർ പ്രോസസ്സ് ഉണ്ടാവും. ഈ സംഭവം വളരെ ജാഗ്രത ഉളവാക്കേണ്ട സംഭവമാണ്. സംഭവിക്കാൻ പാടില്ലാത്ത സംഭവമാണ്. കുട്ടികളാണ്. ആ കുട്ടികളെ സംബന്ധിച്ച് ഇത്രയും വലിയ എണ്ണം കുട്ടികൾ ഇതിന് വിധേയരായി വന്നു എന്നുള്ളത് വളരെ ഗുരുതരമായിട്ടുള്ള സാഹചര്യമാണ്. അതിലെന്താണ് സംഭവിച്ചത് എന്നുള്ളത് പൂർണ്ണമായിട്ടുള്ള ചിത്രം പുറത്തു വരട്ടെ. അതിനുശേഷം ബാക്കി കാര്യങ്ങൾ പറയാം. ഈ ജില്ലയിലെ വൻധൻ വികാസ് കേന്ദ്രങ്ങളുടെ ഫണ്ട് വിനിയോഗവുമായി ബന്ധപ്പെട്ട് വലിയ സാമ്പത്തിക ക്രമക്കേട് നടന്നതായിട്ടും അതിൻ്റെ പിന്നാലെ 3 ജീവനക്കാരെ പിരിച്ചുവിട്ടതായിട്ടും ഒക്കെ വന്നിരുന്നു. അതിൽ 2 പേർ CPIM നേതാക്കളും കൂടി. എന്താണ് അതിന്? കുടുംബശ്രീയുടെ കീഴിലുള്ളതായ അതിപ്രധാനമായിട്ടുള്ള 8 കേന്ദ്രങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സാമ്പത്തിക ധനവിനിയോഗത്തിൽ വൻധൻ വികാസ് കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന സാമ്പത്തിക ക്രമീകരണത്തിൽ ഗുരുതരമായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള ക്രമക്കേട് ഉണ്ടായിട്ടുണ്ട്. അതൊരു ചെറിയ കാര്യമല്ല, അത് വലിയ കാര്യമാണ്. ഇതിൻ്റെ ഉത്തരവിറങ്ങി 3 പേരെ സസ്പെൻഡ് ചെയ്തു. ആ വിഷയത്തിൽ എല്ലാ അർത്ഥത്തിലുമുള്ളതായിരിക്കുന്ന നടപടികളും തുടർ പ്രവർത്തനങ്ങളുമായി സർക്കാർ മുന്നോട്ട് പോകും. കോൺഗ്രസിന്റെ വീടുകൾ ഫെബ്രുവരി അവസാനം ആണ് ഇതിന്റെ കല്ലിടൽ സാധിച്ചത്. ഒരുപാട് മാസങ്ങൾ കഴിഞ്ഞു. സാങ്കേതികത്വം പറയുന്നതിൽ എനിക്ക് അർത്ഥമുണ്ടോ? കാരണം ഒരുപാട് വൈകി. 100 ദിവസം കഴിഞ്ഞു. അല്ല, സാങ്കേതികത്വമല്ല. ഇതിൽ ഞങ്ങൾ 17 കൊറീസ് ഞങ്ങൾ കൊടുത്ത ലേഔട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് 17 എണ്ണം. ആ 17 എണ്ണം റെക്ടിഫൈ ചെയ്ത് അവസാനത്തെ റിപ്പോർട്ട് കൊടുക്കാനുള്ള നടപടിയെടുത്ത് അതും പൂർത്തീകരിച്ചു. ഇനി ആ റിപ്പോർട്ട് KPC പ്രസിഡന്റ് ഒപ്പിട്ട് ആ 17 എണ്ണത്തിൻ്റെ മേലെയുള്ള ഇത് കൊടുത്തതിന് ശേഷം അത് ജില്ലാ ടൗൺ പ്ലാനർ പരിശോധിച്ച് അതിൻ്റെ മേലെയുള്ളതായിരിക്കുന്ന നടപടി പൂർത്തീകരിക്കുകയാണ്. അത് പൂർത്തീകരിച്ച് കഴിഞ്ഞപ്പം ഇതിനെല്ലാം ഒരു റീസൺസ് ഉണ്ട്. പക്ഷേ റീസൺ പറഞ്ഞ് ഇങ്ങനെ മുന്നോട്ട് പോകാനും നോക്കൂല, അത് ഞങ്ങൾക്കറിയാം. പക്ഷേ ഇത് സാങ്കേതികമായി കോൺഗ്രസ് ഒരു വീട് നിർമ്മിക്കുമ്പോൾ അതിൽ സാങ്കേതിക പ്രശ്നങ്ങളും മറ്റ് വിഷയങ്ങളും പറയുമ്പോൾ ആ വഴിയുടെ ഒരു ചെറിയതായിരിക്കുന്ന പ്രശ്നമാണ് ഞങ്ങൾക്ക് മുമ്പിലുണ്ടായത്. ആ വഴിയുടെ പ്രശ്നം ഇല്ലെങ്കിൽ അത് ഞങ്ങൾ അവഗണിച്ച് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അതൊരു പ്രശ്നമാണ്. അപ്പം നിയമലംഘനം കോൺഗ്രസ് നടത്തി എന്നുള്ളത് പറയും. അത് ഒഴിവാക്കാനാണ് പരിപൂർണമായിട്ടുള്ള കൃത്യതയോടുകൂടി കാര്യങ്ങൾ നടത്താൻ തീരുമാനിച്ചത്. അതിൻ്റെ ഭാഗമായി KPC പ്രസിഡന്റ് ഇവിടെ വന്ന് ഭൂമിയുടെ അളവ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളെടുത്തു. അങ്ങനെ ഓരോ കാര്യവും ചിട്ടപ്പെടുത്തിയാണ് പോണത്. ധൃതി പിടിച്ച് എന്തെങ്കിലും കാര്യം ചെയ്തു പോകണം എന്നുള്ളതല്ല. ദിവസങ്ങൾക്കകം, ഞാൻ അധികം ദിവസമൊന്നും ഒരു കാരണവശാലും വേണ്ടി വരില്ല. ഈ ലേഔട്ടിൻ്റെ അപ്രൂവലായി കഴിഞ്ഞാൽ നിർമ്മാണം ആരംഭിക്കും. അതിൻ്റെ എല്ലാ കാര്യങ്ങളും ആയി. അപ്പം ഞാൻ പറയാം, അതിൻ്റെ വിശദീകരണം ഞാൻ നൽകി. അതെല്ലാം വീടാകുന്നതോടുകൂടി അതൊക്കെ ആവും.